അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെളിച്ചം മുഖത്തേക്ക് തട്ടിയപ്പോഴാണ് ഫർഹബി കണ്ണു തുറന്നത്. പഠിച്ചോനെ, ഞാനിതെവിടെയാണ്? കുഞ്ഞിൻ്റെ കരച്ചിലും. അവൾ കുഞ്ഞിനെ കൂടെ കിടത്തി ഒന്നുകൂടി പാലൂട്ടി. പെട്ടെന്നാണ് അവൾക്ക് ബോധം വന്നത്. റബ്ബേ, ഞാൻ കിടക്കുന്ന ആ ഒരു മനോഹരമായ മണിയറയല്ല ഇതൊരു ചെറ്റക്കുടിലാണ്. അവൾ ഒരു നിമിഷം പകച്ചു നിന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് മടിയിലേക്ക് വെച്ചു. റബ്ബേ, അതെ, അവൾ കഴിഞ്ഞ കഥകളെല്ലാം ഓർത്തു. താൻ വീട് വിട്ടിറങ്ങിയതും തന്നെ വൃദ്ധയായ ഒരു സഹോദരി രക്ഷിച്ചതും എല്ലാം കൂടി തൻ്റെ പിന്നാലെ കൂടിയ 2-3 പേര് ഈ സമയത്ത് ഇങ്ങനെ നടക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് തന്നോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട ആ വൃദ്ധയായ സ്ത്രീ ഇല്ല, അവരെ കാണുന്നില്ല. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഞാനിനി എന്താ ചെയ്യാം? പുറത്തിറങ്ങിയാൽ പേടിയാണ്. ആരെങ്കിലൊക്കെ ഇവിടെ ഏത് സ്ഥലം എന്ന് പോലും അറിയില്ല. അവൾ എണീറ്റ് നോക്കിയപ്പോൾ അതാ ആ വീടിൻ്റെ ഒരു ഭാഗത്തായി കൂട്ടിയ 3 കല്ല് വെച്ച് കൂട്ടിയെടുത്ത അടുപ്പിൽ തീ പുകയുന്നു. എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ നോക്കുമ്പോൾ അതാ ആ പാത്രത്തിൽ തിളച്ച ചോറിൻ്റെ നീരാവി തട്ടുന്നത് കൊണ്ട് തന്നെ അത് കിടുകിടെ ഇളകുന്നു. അതെ, കഞ്ഞി വെച്ചതാണെന്ന് തോന്നുന്നു. ഒരു നിമിഷം അവൾ വിചാരിച്ചു, പാവം, അവരെവിടെ? അവരെ കാണുന്നേ ഇല്ലല്ലോ. ആ അടുപ്പിലെ തീ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതവൾ ഉള്ളിലേക്ക് ഒന്നുകൂടി നീക്കി വെച്ച് കൊടുത്തു. തൻ്റെ കുഞ്ഞിനെ പാൽ കൊടുക്കുന്നതിനിടയിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് കൊടുത്താലോ എന്ന് തോന്നിപ്പോയി. തലേ ദിവസം അവർ തന്ന ആ ഒരു ഉപ്പുമാവ് അതെല്ലാം കഴിച്ചതുകൊണ്ട് അല്പം ആശ്വാസമായിരുന്നു. എന്നാൽ ആ വൃദ്ധയെ അവിടെ എവിടെയും കാണുന്നില്ല. അവൾ പതുക്കെ ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വാതിൽ നീക്കിക്കൊണ്ട് പുറത്തേക്ക് നോക്കി. ഇല്ല, അവിടെയൊന്നും കാണുന്നില്ല. കുറച്ച് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ വലിയ ടൗണാണ്. അതെ, വാഹനങ്ങൾ പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. റബ്ബേ, ഇവിടെ നിന്നിട്ടും ഇപ്പം എന്താ? ഞാനും കുഞ്ഞും ഇവിടെ നിന്നിട്ട് എന്താക്കാനാണ്? ഇനിയിപ്പോൾ അവർ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ, അതോ ഇനി മറ്റു പ്ലാനിങ് വല്ലതും ഉണ്ടാവോ? അറിയില്ല. ഓരോന്ന് കേൾക്കാറുണ്ട് ചെറുപ്പകാലത്തൊക്കെ. കാരണം ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകും, എന്നിട്ട് അവരുടെ കണ്ണ് ചുഴുന്നെടുക്കും, എന്നിട്ട് യാചിക്കാനായി വിടും, അവരുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കും, അങ്ങനെയൊക്കെ. പഠിച്ചോനെ, എനിക്കൊന്നും അറിയുന്നില്ല. ആരെന്നോ എന്തെന്നോ ഏതെന്നോ ചോദിക്കാതെ താൽക്കാലിക നിമിഷത്തെ ഒരു ആശ്വാസത്തിന് വേണ്ടി അവരുടെ കൂടെ ഞാൻ പോന്നതാണ്. തൽക്കാലം കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നതാവും ബുദ്ധി. അവൾക്ക് തോന്നുന്നു, ഒന്നുകിൽ വരുന്നതിന് മുമ്പ് രക്ഷപ്പെടണം, അല്ലെങ്കിൽ പഠിച്ചോനെ, എന്തായാലും എനിക്ക് അഭയം നൽകിയ എനിക്കും എൻ്റെ കുഞ്ഞിനും തണൽ നൽകിയ അവർക്ക് പഠിച്ചോനെ നീ റഹ്മത്ത് പ്രദാനം ചെയ്യും. അവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നല്ല രീതിയിൽ പുതച്ച് പതുക്കെ ആ കുടിലിൽ നിന്ന് ഇറങ്ങുന്നു. വാതിൽ അല്പം നീക്കാൻ പ്രയാസമുള്ളതായിരുന്നു. എന്തോ ഒരു കമ്പി കൊണ്ട് കൊളത്തിയിട്ടിരിക്കുകയായിരുന്നു. അവൾ അത് പതുക്കെ തുറന്ന് അതാ അതുപോലെ വാതിൽ ചാരി വെച്ച് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങിപ്പോരുന്നു. ആരും കാണാത്ത രീതിയിൽ പതുക്കെ പതുക്കെ കടയോട് ചാരി അവൾ അപ്പുറത്തേക്ക് കടന്നു. അപ്പോഴും അവൾ വിചാരിച്ചത് ഉമ്മയെക്കുറിച്ചായിരുന്നു. പാവം, ഉമ്മ അറിഞ്ഞിരുന്നെങ്കിൽ ഉമ്മയുടെ പേരക്കുട്ടിയെ ഇങ്ങനെ വിടില്ലായിരുന്നു. ഉമ്മയുടെ മരുമകളെയും അതുറപ്പുണ്ട്, എനിക്ക് എവിടെയാണെങ്കിലും എന്നെ സംരക്ഷിക്കും എന്നറിയാം. പക്ഷെ അങ്ങോട്ട് ചെല്ലുന്നത് അതൊട്ടും ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് അവൾ ആ തെരുവുകളിലൂടെ വീഥികളിലൂടെ നടന്നു. കുറച്ച് നടന്നപ്പോൾ വല്ലാതെ വിശക്കുന്നു. നേരം വെളുത്തിട്ടുണ്ട്, എല്ലാ കടകളും തുറന്നിട്ടുണ്ട്. ഒരു നിമിഷം അവൾക്ക് തോന്നി, ആ കുടിലിലേക്ക് തിരിച്ചു പോയാലോ, ആ കഞ്ഞിയെങ്കിലും കുടിക്കാമായിരുന്നു എന്ന്. ഒരു പക്ഷേ വൃദ്ധയായ ആ സ്ത്രീ എനിക്കെന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പോയതാണെങ്കിലോ? ഏയ്, അതൊന്നും ആവില്ല. എന്നാൽ ഈ സമയം അതാ ആ ചെറ്റക്കുടിലേക്ക് വൃദ്ധയായ സ്ത്രീ കടന്നു വന്നിരിക്കുന്നു. അവരുടെ കയ്യിൽ ഒരു പൊതിയുമുണ്ട്. അവർ ആകാംക്ഷയോടെ ചാരിയ വാതിൽ തള്ളി തുറന്നു. ഒരു നിമിഷം അവൾ കിടന്നിരുന്ന ആ ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇല്ല, അവിടെ ഒരു പുതപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു നിമിഷം ആ വൃദ്ധയുടെ കയ്യിൽ നിന്ന് ആ പൊതി കൈകൾ വിറച്ചുകൊണ്ട് താഴേക്ക് വീണു. അതെ, അവർ ഇവർക്ക് വേണ്ടി തലേ ദിവസം യാചിച്ചു കിട്ടിയ ആ ഒരു പൈസ കൊണ്ട് വാങ്ങിയ ചായയും കടിയുമായിരുന്നു.
കറിയും. കാരണം വെറും കഞ്ഞി വെച്ചാണ് ആ ഒരു സ്ത്രീ ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്. പക്ഷേ ഇവർക്ക് ഭക്ഷണം കൊടുക്കാം, പാല് കുടിക്കുന്ന കുട്ടിയുള്ളതല്ലേ എന്ന് കരുതി അതിരാവിലെ ഹോട്ടലിലേക്കായിരുന്നു അവർ പോയത്. ആ ഭക്ഷണപ്പൊതി അവരുടെ കയ്യിൽ നിന്ന് വീണു. അവർ ആകെ തളർന്നു പോയി. എവിടേക്ക് പോയാവോ ആ കൊച്ചു കുട്ടിനെയും കൊണ്ട് ആ പെണ്ണ്? ഇവിടെ അത്ര സുഖമില്ലാത്ത സ്ഥലമല്ല. ഇവിടേക്ക് ആളുകൾ കണ്ടാൽ തന്നെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഏരിയയാണ്. ഈ കുട്ടി ഇത് എവിടെ പോയി ആവോ? എന്തൊക്കെ തന്നെയായാലും അവൾ വരുമെന്ന് കരുതി അത് ഭദ്രമായി ചായയും കടിയും കറിയുമെല്ലാം ഭദ്രമായി മൂടി വെച്ചു. വരാതിരിക്കില്ല. വാതിൽ തുറന്ന് ആ വൃദ്ധയായ സ്ത്രീ പുറത്തേക്ക് പതുക്കെ നോക്കിക്കൊണ്ടിരുന്നു. കണ്ണിന് വല്ലാതെ അങ്ങ് കാഴ്ചയൊന്നുമില്ല. എങ്കിലും ആ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടാണാവോ പോയത്? ഭക്ഷണം പോലും കഴിക്കാതെ എങ്ങോട്ടാണാവോ? അപ്പോഴേക്കും ആ സ്ത്രീ അതാ അടുപ്പത്തിട്ട അരി വെന്തിട്ടെന്ന് നോക്കി. അത് വെന്തിട്ടുണ്ട്. അത് ഊറ്റിയെടുക്കുകയാണ്. അത് ഇനി അവർക്ക് വേണമെങ്കിൽ ചോറും കഴിക്കാം എന്നുള്ള രീതിയിൽ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. എന്നും എനിക്ക് മാത്രം ഇടുന്നതല്ലേ, ഇനിയിപ്പോൾ ആ കൊച്ചുകൂടി ഉള്ളതല്ലേ എന്ന് കരുതി അല്പം കൂടുതൽ അരിയും ഇട്ടിട്ടുണ്ട്. ആ കുഞ്ഞും അവളും എന്തപ്പോൾ എന്നോട് മിണ്ടാതെ പോയത് എന്നുള്ള രീതിയിലായി അവരുടെ ചിന്തകൾ. എങ്കിലും അവർക്ക് വേണ്ടി കാത്തിരുന്നു. സാധാരണ യാചിക്കുവാൻ പോകുന്ന സമയമായിട്ടുണ്ട്. പക്ഷേ അന്ന് ആ സ്ത്രീ പോയില്ല. കാരണം ഈ ഒരു കുഞ്ഞിനെയും ഫർഹബിയെയും കാത്തിരുന്നു കൊണ്ടാണ് അവർ ഇവിടെ കഴിച്ചു കൂട്ടുന്നത്. എന്നാൽ ഫർഹബി അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിച്ചു. അവൾക്ക് എങ്ങോട്ടാണ് പോകുന്നത് ഒരു പിടുത്തവുമില്ല. റബ്ബേ, ഞാൻ എങ്ങോട്ടാ പോവുക? അവൾ അവളുടെ സ്ഥിതികൾ ഓർത്തു. അതെ, തൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യ അവർ സുഖമായി ജീവിച്ചിരിക്കാവും. എന്നാൽ ഈ സമയം അതാ രാവിലെ തന്നെ ഫർഹബിയെ വിളിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. ഫർഹബി, ചായ എടുത്ത് വെക്ക്. എന്താ ഇവള് വിളിച്ചിട്ട് മിണ്ടത്? ഫർഹബി, ഡി ചായ എടുത്ത് വെക്ക്. പക്ഷേ അവൻ ആ വാതിൽ തള്ളി തുറന്നപ്പോഴാണ് ആ ഒരു യഥാർത്ഥ സത്യം മനസ്സിലാകുന്നത്. അവൾ അവിടെ ഇല്ല എന്നുള്ള സത്യം. ഇവളത് എവിടെ പോയി കിടക്കുക കുഞ്ഞിനെയും കൊണ്ട്? ഷഹർബാൻ, അതെ, ഫർഹബിയെ കാണുന്നില്ല. അവളെവിടെ? നീ എങ്ങോട്ടെങ്കിലും പോയത് കണ്ടോ? ഇല്ലില്ല. അവള് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, മുറ്റടിക്കുണ്ടാവും ചിലപ്പോൾ. ഞാൻ പറഞ്ഞിരുന്നു നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം എന്നൊക്കെ. കാര്യമായിട്ട് അയാൾ അവളെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. ഷഹർബാനോട് മാത്രമായിരുന്നു അയാൾക്ക് അപ്പോഴുള്ള സ്നേഹം. ഫർഹബി പോയാലും വേണ്ടില്ല. ഫർഹബി അല്പം പഴയതായില്ലേ, ഇനി കുറച്ച് പുതിയതാകാം എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. എന്നാൽ ദുഷ്ടനായ അയാൾ തൻ്റെ കുഞ്ഞിനെ പോലും ശ്രദ്ധിക്കുന്നില്ല. കുഞ്ഞെവിടെയാണെന്നും നോക്കുന്നില്ല. അയാൾ അയാളുടെ സുഖം മാത്രം കണ്ടെത്തുകയാണ്. ഫർഹബി ഈ സമയം കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും നടക്കുകയാണ്. വിശന്നിട്ട് കൈകാലുകൾ തളരുന്നു. റബ്ബേ, ഒരിടത്ത് നിന്ന് കുഞ്ഞിന് പാല് കൊടുക്കണം. എവിടെ പോകും അറിയുന്നില്ല. എന്തു ചെയ്യും അറിയുന്നില്ല. പഠിച്ചോനെ, എങ്ങനെയെങ്കിലും തിരിച്ച് ഉമ്മയുടെ അരികിലേക്കൊന്ന് എത്തിക്കിട്ടിയാൽ എന്നവൾ കൊതിച്ചുപോയി. അവൾ നടന്ന് തളർന്നു. കുഞ്ഞും കരഞ്ഞു കൊണ്ടിരിക്കുന്നു. എവിടെ നിന്നെങ്കിലും അല്പം വെള്ളമെങ്കിലും ശുദ്ധജലം കിട്ടിയിരുന്നെങ്കിൽ എന്ന് കരുതി അവൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറി. അവിടെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് കണ്ട് അതിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. പക്ഷേ വിശക്കുന്നു വല്ലാതെ. ബസ് സ്റ്റാൻഡിലെ ചില്ലുകൂട്ടിലെ ഭരണികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പലഹാരങ്ങളിലേക്ക് അവൾ ആകാംക്ഷയോടെ നോക്കി. ഇല്ല, കയ്യിൽ ക്യാഷൊന്നുമില്ല. അല്ലെങ്കിലും എൻ്റെ ക്യാഷിൽ കയ്യിൽ 5 പൈസ തരാറുമില്ല. അവൾ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. കുഞ്ഞിന് പാല് കൊടുക്കണമെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. പക്ഷേ എന്തു ചെയ്യും എന്നറിയുന്നില്ല. അവൾ കുഞ്ഞിനെ കൊണ്ട് ആ ബസ് സ്റ്റാൻഡിൽ പടിഞ്ഞിരുന്നു. അല്ലാതെ എന്തു ചെയ്യും എനിക്കറിയുന്നില്ല. വല്ലാതെ വിശപ്പുണ്ട്. അവസാനം അവളും അതാ കൈ നീട്ടുന്നു. ആരുടെയൊക്കെയോ മുമ്പിൽ വിശപ്പിന് പരിധിയില്ലാതായപ്പോൾ അറിയാതെ കൈ നീട്ടിപ്പോയി. ചില്ലറത്തുട്ടുകൾ അവളുടെ കൈകളിലേക്ക് വന്നു വീണു. അത് വളരെ പെട്ടെന്ന് തന്നെ അത് 10 രൂപ, 20 രൂപ, 30 രൂപ എന്നുള്ള രീതിയിലായി. ഏകദേശം 100 രൂപയെങ്കിലും കിട്ടിയപ്പോൾ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. നേരെ ഒരു ഹോട്ടലിലേക്ക് പോയി അതിനുള്ള ഭക്ഷണം കഴിച്ചു. ചില്ലറ പൈസകൾ എണ്ണി നൽകിയപ്പോൾ അവിടുത്തെ ക്യാഷ്യർക്ക് അവളൊരു നോട്ടം.
എന്താ പിച്ചക്കാരന്മാർ ചില്ലറയും കൊണ്ടുവന്നിക്കണ്? അവൾ ദയനീയമായി അയാളെ ഒന്ന് നോക്കി എന്നല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. ഭക്ഷണത്തിൻ്റെ ബാക്കി 5 രൂപ അതുകൊണ്ട് അവൾക്ക് മിഠായിയും എടുത്തു കൊടുത്തു. ഒരു നിമിഷം അവൾ വിചാരിച്ചു, പടച്ച റബ്ബേ, എൻ്റെ ജീവിതം ഇനി ഇങ്ങനെ ആയിത്തീരുമോ? എങ്ങനെയെങ്കിലും ഉമ്മയുടെ അരികിലേക്ക് പോവായിരിക്കും നല്ലത്. മാപ്പ് പറയണം. അതെ, അല്ലാതെ ഒരു രക്ഷയില്ല. ഞാൻ കാലാകാലം യാചകയായിരിക്കും. എൻ്റെ ഭർത്താവ് എന്നെക്കുറിച്ചൊന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത്രക്കും അങ്ങനത്തെ മനസ്സായി പോയിട്ടുണ്ട് അയാൾക്ക്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ആ രീതിയിലൊന്നും കുഴപ്പമില്ല എന്നാണ്. അയാളവിടെ സുഖവാസം നയിക്കുന്നുണ്ടല്ലോ, ജീവിച്ചോട്ടെ, അയാളുടെ ഇഷ്ടം പോലെയൊക്കെ ജീവിക്കട്ടെ. പക്ഷേ മുഹ്സിനയുടെ ആ ഒരു ഡയമണ്ട് നെക്ലേസ്, അവളുടെ സ്വർണ്ണാഭരണങ്ങൾ, അത് അവളുടെ കൈകളിലുണ്ട്. അതൊരിക്കലും കൊടുക്കുന്നത് ശരിയല്ല. അത് ആ പെണ്ണിന് തന്നെ തിരിച്ചു കൊടുക്കണം. അവൾക്ക് അറബിയുമ്മ നൽകിയതാണത്. അതൊരിക്കലും നമ്മൾ കൈവശം വെക്കാൻ പാടില്ല. അതുവരെ അത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എനിക്കല്ലായിരുന്നു അയാളത് എടുത്തു വെച്ചത്. അയാളുടെ കാമുകിക്ക് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ കണ്ണിൽ പൊടിയിട്ടതാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാനൊരു വേലക്കാരിയെ പറഞ്ഞപ്പോഴേക്കും അയാൾ പെട്ടെന്ന് കൊണ്ടുവന്നല്ലോ. എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു പെണ്ണിനെ, അതും സുന്ദരമായ ഒരു പെണ്ണിനെ എങ്ങനെ കിട്ടാനാ? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ വല്ലാതെ അതിലേക്ക് മൈൻഡ് ചെയ്യാതിരുന്നത്. കാരണം അവർ ഭയങ്കര പരിചയക്കാരായി മാറിയിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കാലോ, മുൻ പരിചയമുള്ള അയാളുടെ കാമുക തന്നെയായിരിക്കും വേലക്കാരിയായി വന്നത് എന്നുള്ളത്. എന്തായാലും റബ്ബേ, ഇനി അവരുടെ മുമ്പിലേക്ക് ഞാനില്ല. എനിക്ക് അങ്ങനൊരു ജീവിതമേ ആഗ്രഹമില്ല. ജോലി ചെയ്തിട്ടാണെങ്കിലും എൻ്റെ കുഞ്ഞിനെ പോറ്റണം, ആ ഒരു ചിന്താഗതി മാത്രമാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ജോലി ചെയ്യാൻ മാത്രം എൻ്റെ കുഞ്ഞ് വളർന്നിട്ടില്ല. ചെറിയ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആയിട്ടില്ല. കുഞ്ഞ് സ്വന്തം കാര്യം നോക്കുവാനും അവൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനുമായെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കുഞ്ഞിനെ ഇട്ടിട്ട് പോകാം. പക്ഷേ ഇപ്പോഴത് പറ്റില്ല. റബ്ബേ, അവളാകെ നിരാശപ്പെടുകയാണ്. എങ്കിലും അവൾ ഒരിക്കലും തിരിച്ച് പോവില്ല എന്ന വാശിയിൽ തന്നെയായിരുന്നു. അവൾ ഏറെക്കുറെ നടന്നു തളർന്നു, വയ്യാതായി. എവിടെ ഇരിക്കും അറിയുന്നില്ല. കുറേ ബസ് സ്റ്റാൻഡിൽ കുഞ്ഞിനെയും കൊണ്ട്, കുഞ്ഞിനെ കുളിപ്പിക്കാട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ആകെ അഴുക്കാണ്. എൻ്റെ ശരീരത്തിലും അഴുക്ക്. റബ്ബേ, ഡ്രസ്സൊന്ന് മാറ്റിയിടാൻ, കുഞ്ഞിനെ ഒന്ന് കഴുകാൻ. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവൾ കുടിവെള്ളത്തിൽ നിന്ന് അല്പമെടുത്ത് കുഞ്ഞിനെ നന്നായിട്ട് കഴുകി ഡ്രസ്സൊന്ന് മാറ്റിപ്പിച്ച് കൊടുക്കുമ്പോഴേക്കും, അതേ, ഇത് കുടിവെള്ളമാണ്, അല്ലാതെ ഇത് പൊതുസ്ഥലത്ത് കുളിക്കാനുള്ള സ്ഥലമല്ല എന്നുള്ള ആരുടെയൊക്കെയോ ഒരു വാക്കുകൾ. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നേരെ ബസ് സ്റ്റാൻഡിനകത്തുള്ള ആ ഒരു ബാത്റൂമിലേക്ക്, ഓ എൻ്റെ റബ്ബേ, അതിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും അസുഖം വരും. എന്നാൽ അവൾക്കും ശരീരത്തിന് എന്തൊക്കെയോ പ്രയാസം അനുഭവിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അവളുടെ കൈകാലുകൾ വിറക്കുന്നു. കുഞ്ഞിന് പാലൂട്ടാൻ പോലും കഴിയാത്ത രീതിയിൽ അവളാകെ തളർന്നു പോകുന്ന പോലെ. ശരീരത്തിൽ ശക്തമായി ചൂട് അടിച്ചു കയറുന്നു. എനിക്ക് ഒരടി നടക്കാൻ കഴിയുന്നില്ല. അവൾ ആ വഴിയോരത്ത് ഇരുന്നു പോയി തൻ്റെ കുഞ്ഞിനെയും കൊണ്ട്. കുഞ്ഞ് കരയുകയാണ്. കുഞ്ഞ് കരയുന്നു. ഫർഹബി അവിടെ കിടന്ന് അറിയാതെ മയങ്ങുന്നു. പലരും പറയുന്നു, എന്തത് കുഞ്ഞിനെ നോക്കാതെ തള്ള കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? പലരും അത് അഭിപ്രായപ്പെട്ടു. പക്ഷെ അവൾക്ക് ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുവാനോ ഒന്നിനും. എല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് നോക്കിപ്പോയി. പെട്ടെന്ന് അതുവഴി വന്ന ഒരു യുവാവ്, ഏയ് ഇത്ത, നിങ്ങളെന്തീ വഴിയിൽ കിടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അറിയാതെ ഫർഹബി കണ്ണു തുറന്നു. എന്തു പറ്റി? നിങ്ങൾ എവിടുന്ന് വരുന്നത്? നിങ്ങൾ യാചിക്കാൻ ഇറങ്ങിയതാണോ? അല്ല. പിന്നെന്താ ഇവിടെ കിടക്കുന്നത്? കണ്ടിട്ട് ഒരു യാചികയുടെ ലുക്കൊന്നുമില്ല. വെളുത്തു തുടുത്ത ശരീരമാണ് അവരുടേത്. പക്ഷേ മുഖമെല്ലാം വാടിത്തളർന്നിരിക്കുന്നു. ഡ്രസ്സെല്ലാം ആകെ ഈങ്ങിയിരിക്കുന്നു. കുഞ്ഞിനെ ആ ഒരു യുവാവ് വാരിയെടുത്തു. കുഞ്ഞ് നല്ല ഫ്രഷായൊരു കുട്ടി, പുതിയ ഡ്രസ്സും എല്ലാം ധരിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഇത്തയുടെ ശരീരത്തിലെ ഡ്രസ്സ് മുഴുവനും ആകെ അഴുക്ക് പിടിച്ച പോലെ. ഇത്ത, അദ്ദേഹം സ്നേഹത്തോടെ വിളിച്ചു. നിങ്ങൾക്ക് അസുഖം എന്താണ്? എനിക്ക് ശരീരമാകെ വേദനയായിട്ട് എണീക്കാൻ കഴിയാതെ കിടന്നു പോയതാണ്. ഇത്ത, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഞാൻ എത്തിക്കാം. നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത്? ഒരു നിമിഷം അവൾ പറഞ്ഞു, എനിക്ക് ആരുമില്ല.
അതല്ലാതെ അവൾക്ക് വഴിയില്ലായിരുന്നു പറയാൻ. അതെന്താ ഇത്ത, നിങ്ങൾ എവിടുന്ന് വരുന്നത്? നിങ്ങളെ കണ്ടിട്ട് ഒരു കുലീന കുടുംബത്തിൽ നിന്ന് വരുന്ന പോലെ ഉണ്ടല്ലോ. അറിയില്ല, എനിക്ക് ആരുമില്ല, ഞാനിവിടെ എത്തിപ്പെട്ടു. ആ ഒരു യുവാവിൻ്റെ ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ അതെ, എൻ്റെ വണ്ടി എടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ ഹോസ്പിറ്റലിലാക്കി തരാം. നിങ്ങളെ ഇവിടെ ഇട്ട് പോകുന്നത് എനിക്ക് മനസ്സിനൊരു ഇടങ്ങാറ് തോന്നുന്നു. നിങ്ങൾക്ക് വാഹനത്തിൽ കയറാം. പക്ഷേ അവൾക്ക് ഒരടി നടക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ആ യുവാവ് അവളെ സഹായിക്കുന്നു. ഇത്ത, എൻ്റെ കൈ പിടിച്ചോളൂ, സുഖമില്ലായിട്ടല്ലേ. കുഞ്ഞിനെ അവൻ വാരിയെടുത്തു. ആ ഇത്തയുടെ ബാഗും ഇത്തയും കൊണ്ട് കാറിനുള്ളിലേക്ക് ആക്കിക്കൊടുത്തു. നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നു. ഹോസ്പിറ്റലിലെത്തി. പേരെന്താ പറഞ്ഞത്? ഫർഹബി, വയസ്സ് 25. ഓ, എന്തു പറ്റി? പനിയാണെന്ന് തോന്നുന്നു. ഡോക്ടറുടെ അടുക്കലെത്തി. ഡോക്ടർ വിശദമായി പരിശോധിച്ചു. ആ യുവാവും കൂടെ പോയിരുന്നു. ഇത് എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് ഒരു നിമിഷം. എൻ്റെ സിസ്റ്ററാണ്. ഓക്കെ. എന്താ ഇത്? ഡ്രസ്സൊക്കെ ആകെ. അത് പെട്ടെന്ന് അവർ വേറൊരു ഡ്രസ്സ് കൊണ്ടുവന്ന് അവർക്ക് നൽകി. അതെ ഇത്ത, നിങ്ങളിതൊന്ന് ചേഞ്ച് ചെയ്തോട്ടോ, അണുക്കൾ വല്ലതും ഉണ്ടാവും ആ ഡ്രസ്സിൽ അവിടെയൊക്കെ കിടന്ന്. അവളെ അവിടെ അഡ്മിറ്റാക്കി എന്ന് തന്നെ പറയാം. പാവം കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അയാൾ. പഠിച്ചോനെ, ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് അഡ്മിറ്റൊന്നും പറയേണ്ടില്ലായിരുന്നു. കാരണം അവരവരുടെ പാട്ടിന് വിട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോൾ കുഞ്ഞെൻ്റെ കൈകളിലാണ്. അതെ, നിങ്ങളുടെ സിസ്റ്ററെ കുറച്ച് ടയേർഡായിട്ടുണ്ട്. ചിലപ്പോൾ 2 ദിവസം കിടക്കേണ്ടി വരും. അപ്പോൾ കൂടെ ആരാ? നിങ്ങൾ മാത്രമേ ഉള്ളൂ നിൽക്കാൻ? ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. കുഞ്ഞ് കരയുന്നുണ്ട്. പഠിച്ചോനെ, എന്തപ്പോൾ ഞാൻ ചെയ്യാം? ഫർഹബിയുടെ ഞാൻ കുഞ്ഞിനൊന്ന് പാല് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കട്ടെ? ഓക്കെ. അവിടെ അഡ്മിറ്റായി അവൾ കിടക്കുന്നു. കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഇപ്പോൾ ഈ പനിക്കുന്ന സമയത്ത് അത്ര നല്ലതല്ല. കുഞ്ഞിനൊരു പാൽപ്പൊടി വേണമെങ്കിൽ ഞങ്ങൾ എഴുതി തരാം, അത് നിങ്ങൾ കൊടുത്താലും മതി. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അവന് അതൊരു ബുദ്ധിമുട്ടായി എടുത്തില്ല. പാവം, ഒരാളെ ഹെൽപ്പ് ചെയ്യല്ലേ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉറ്റവരെ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ ചിന്താഗതികൾ. ഹേ സർ, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് റാഷിദാണ്. നിങ്ങളുടെ പെങ്ങളല്ലേ ഫർഹബി? എന്ന് അയാൾ മൂളി. ഇപ്പോൾ ഗ്ലൂക്കോസ് കയറ്റിയപ്പോൾ കുറച്ചൊക്കെ ഒരു ക്ഷീണത്തിന് കുറവുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഓക്കെ, അത് റെഡി ആയിക്കോളൂ കേട്ടോ. എന്തായാലും നാളെ കൂടെ ഒന്ന് കിടന്നോട്ടെ. കുറച്ച് ഭക്ഷണത്തിൻ്റെ കുറവ്, എന്ത് പട്ടിണി കിടന്നിരുന്നു? എന്തായിരുന്നു സംഭവം? താൻ ആരുടെയോ സംരക്ഷണത്തിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ഇടയ്ക്കിടെ അവൾ കണ്ണു തുറന്ന് നോക്കും. തൻ്റെ കുഞ്ഞിനെ ചോദിക്കും. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അല്പസമയം കിടത്തും. പാല് കൊടുക്കണ്ട എന്നുള്ള ആവശ്യത്തിന് തന്നെ എൻ്റെ കുഞ്ഞിന് പിന്നെ എന്താ കൊടുക്കുക എന്നുള്ള ഭക്ഷണം. അതെ, നിങ്ങളുടെ ബ്രദറ് അവർക്ക് പാൽപ്പൊടിയൊക്കെ കൊടുക്കുന്നുണ്ട്. കുഞ്ഞിനെ കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അല്ല, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭർത്താവ് എവിടെയാണ്? അതുപോലെ വീട്ടിൽ നിങ്ങൾ ബ്രദറും സിസ്റ്ററും മാത്രമേ ഉള്ളൂ? സിസ്റ്ററുടെയും ഡോക്ടറുടെയൊക്കെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ ശരിക്കൊന്ന് തലയാട്ടിയില്ല. വെറുതെ ഒന്ന് തലകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചു എന്നല്ലാതെ. അതെ, ഭർത്താവുണ്ട് എനിക്ക്. തൻ്റെ ഭർത്താവ് മറ്റൊരു ഭാര്യയുമായി സുഖസന്തോഷത്തോടു കൂടി വീട്ടിൽ ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ പോന്നത് എന്നുള്ള കാര്യമൊന്നും ഇവിടെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവളൊന്നും അറിയാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴും അവൾ അവളുടെ വിധിയോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. റബ്ബേ, എന്തെൻ്റെ ഒരു അവസ്ഥ? ഞാൻ എവിടെയാണ് കിടക്കണത്? എൻ്റെ കൂടെ ആരാ? ഒന്നും എനിക്കറിയുന്നില്ല. എത്രമാത്രം സുഖസുന്ദരമായി ജീവിച്ചതായിരുന്നു ആ കൊട്ടാരം പോലുള്ള വീട്ടിൽ, സൗകര്യത്തിൽ. ഇപ്പം ഞാനിതാ തെരുവിൽ. അല്ലാ, എൻ്റെ ഒരു വിധി എന്താണിങ്ങനെ? അവളുടെ കണ്ണുനീർ കവിളിലൂടെ ചാലിട്ടൊഴുകുകയാണ്. അത് കണ്ട റാഷിദ്, ഇത്ത നിങ്ങളെന്തിനാ കരയുന്നത്? ഇത്ത, സുഖമായിട്ട് നിങ്ങൾക്ക് പോകാം കേട്ടോ. ഞാൻ നിങ്ങളെ ജസ്റ്റ് അവിടെ വഴിയിൽ കിടക്കുന്ന കണ്ടപ്പോൾ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്തതാണ്. എന്തൊക്കെ തന്നെയാലും ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ സുരക്ഷിതമായ സ്ഥലത്ത് ഞാൻ എത്തിച്ചു തരാം കേട്ടോ. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എൻ്റെ പേര് റാഷിദാണ്. ഞാനിവിടെ അടുത്ത് തന്നെയാണ്. എനിക്കും എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെന്നറിയില്ല, ഇങ്ങനത്തെ വേദനയേറിയ നിമിഷങ്ങളെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു വേദനയാണ്. എന്തൊക്കെ തന്നെയാലും ഇത്ത കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിച്ചു തരാം കേട്ടോ. നാളെ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇത്ത, കുഴപ്പമൊന്നുമില്ലല്ലോ?
സ്നേഹത്തോടെയുള്ള ആ ഒരു യുവാവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഫർഹബിക്ക് കണ്ണീരാണ് വന്നത്. അതെ, നിങ്ങൾ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടായില്ലേ? ഏയ് ഇല്ലെത്താ, എനിക്കിപ്പോൾ എന്താ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ പെങ്ങളെപ്പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. പിന്നെ എന്ത് പ്രശ്നങ്ങളൊക്കെ, എന്ത് കാര്യത്തിലാണ് നിങ്ങൾ വീട് വിട്ട് ഇറങ്ങിയത്? എന്തെങ്കിലും ആണോ? എന്തെങ്കിലും തിരിച്ചു പോകണം? ഇവിടുത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇവിടെ ഒന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനൊന്നും പാടില്ല. അങ്ങനത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ കണ്ണിൽ പെട്ടുകൊണ്ട് ഇത്ര രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ പിച്ച് ചീത്തിയേനെ. പിന്നെ ചെറിയ കുട്ടിയാണ്, ഒന്നിനും മടിക്കാത്തവരായിരിക്കും. നമ്മളെ ഭാഗം ശ്രദ്ധിക്കണ്ടേ? റാഷിദ് എന്ന ആ ഒരു യുവാവിൻ്റെ ഉപദേശം അത് ഫർഹബിയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വളർത്തിക്കൊണ്ടുവന്നു. ഇത്ത, നിങ്ങൾ എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ അവിടെ തീർച്ചയായും കൊണ്ടെത്തിച്ചു വിടാം. എന്നാൽ ഫർഹബിയുടെ ചിന്ത അത് മാത്രമായിരുന്നു. അതെ, ഉമ്മയുടെ വീട്ടിൽ, അതെ ഉമ്മ ഉപ്പ താമസിച്ചിരുന്ന ആ ഒരു ചെറിയ പഴയ വീട്ടിൽ, മുഹ്സിയും ഹസനത്തും ജീവിക്കുന്ന ആ ഒരു വീട്ടിൽ, അതുമാത്രമായിരുന്നു അവൾ ലക്ഷ്യമിട്ടത്. എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തുവാൻ വേണ്ടി നോക്കണം, അല്ലാതെ വേറെ എങ്ങോട്ടുമല്ല. ഇൻഷാ അല്ലാ. അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. ഇത്ത, എന്ത് നിങ്ങൾ ആലോചിക്കുന്നത്? പിന്നെ ഇനി കുഞ്ഞിന് പാല് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത്ത ആലോചിക്കുന്നു വേണ്ട, ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിച്ച് തന്നിരിക്കും, ഉറപ്പാണ്. ഇൻഷാ അല്ലാ, നാളെ കേട്ടോ. അങ്ങനെ ഒരു ദൈവദൂതനെ പോലെ ഒരാൾ അവിടെ ഇറങ്ങി വന്നത് ശരിക്കും ഫർഹബിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു. തൻ്റെ കുഞ്ഞിനെ വേണ്ട പോലെ എടുക്കുന്നുണ്ട്, പരിചരിക്കുന്നുണ്ട്. റബ്ബേ, ആരോ ആണ്, എന്തോ ഏതോ അറിയില്ല, എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ എൻ്റെ കൂടെ. റബ്ബേ, എനിക്കറിയുന്നില്ല, പക്ഷെ പെരുമാറ്റത്തിലൊന്നും യാതൊരു പന്തികേടോ കാര്യങ്ങളൊന്നുമില്ല. ഒരാങ്ങളെ എത്രമാത്രം പെങ്ങളെ പരിചരിക്കുന്നു അതുപോലെ തന്നെയാണ്. അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ലായിരുന്നു അവൻ്റെ സ്വഭാവത്തിൽ. അതുകൊണ്ട് തന്നെ ഫർഹബിക്കും അദ്ദേഹത്തോട് വലിയൊരു ബഹുമാനം തോന്നി. അതെ, നിങ്ങൾ എന്നെ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദി കേട്ടോ, ഞാൻ അറിയാതെ. ഇത്ത, അതിപ്പോൾ എല്ലായിടത്തും ഉള്ളതന്നല്ലേ, അതൊന്നും പ്രശ്നമല്ല, നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ മതി. ഓക്കെ. റാഷിദിൻ്റെ ആ ഒരു ഉപദേശം ശരിക്കും ഫർഹബിയിൽ പഠിച്ചവനെ എങ്ങനെയുണ്ടല്ലോ ആണുങ്ങൾ. റഹ്മാനെ എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ ഇത്രയൊക്കെ വേദനിക്കുന്ന ഹൃദയത്തിന് ഒരു താങ്ങും തണലുമായി നിന്ന ആ ഒരു റാഷിദ് എന്ന യുവാവ്. റബ്ബേ, ഉന്നതങ്ങൾ നീ കൊടുക്ക് റഹ്മാനെ. ഫർഹബി ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ആലോചിച്ചു. നാളെ അത് ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന സ്ഥിതിയെക്കുറിച്ചും. റബ്ബേ, എന്നെ സ്വീകരിക്കോ, എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കോ? എനിക്കറിയില്ല. കാര്യം ഞാനാണ് അവരെ ഇറക്കി വിട്ടത്, അപ്പോൾ സ്വീകരിക്കോ? എനിക്കറിയുന്നില്ല റബ്ബേ. നാളത്തെ കാര്യം ആലോചിച്ചുകൊണ്ട് അവൾ ആ കിടക്കയിൽ കിടന്നു. പെട്ടെന്ന് റാഷിദ്, അതെ ഇത്താക്ക് ഫുഡ് എന്താ വേണ്ടത്? ഫുഡ് വല്ലതും? എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല. അല്ല, ഡോക്ടർ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇത്താക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും കുഴപ്പമില്ല. അവൻ ചായ വാങ്ങുവാൻ വേണ്ടി പുറത്തേക്ക് പോയി. ഫർഹബി ഓരോന്ന് ആലോചിച്ചു. റബ്ബേ, പഠിച്ചവനെ, ആരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് റാഷിദിനെ കണ്ടുമുട്ടിയതും എന്നെ രക്ഷിച്ചതും. റബ്ബേ, അള്ളാഹുവേ, ആ യുവാവിന് നീ അതിൻ്റേതായ പ്രതിഫലം കൊടുക്ക് റഹ്മാനെ. ജസാക്കല്ലാഹു ഖൈറ. ആമീൻ. ഫർഹബി ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു റാഷിദ് അവളുടെ മുമ്പിൽ വന്ന് പെട്ടത്. എന്തൊക്കെ തന്നെയാലും നാളെ തന്നെ കൊണ്ടാക്കി തരാമെന്നുള്ള വാക്ക് ഏറ്റതാണ്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.